ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്നുള്ള ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്താണ് ഒരു ട്രാൻസാക്ഷൻ? സാധാരണ നമ്മൾ ബാങ്കിങ്ങിൻ്റെ കേസിലൊക്കെയാണ് ട്രാൻസാക്ഷൻ, മണി ട്രാൻസാക്ഷൻ എന്നുള്ള ടേമൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ ഡാറ്റാബേസിൻ്റെ കണ്ടെക്സ്റ്റിൽ നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്നോ രണ്ടോ മൂന്നോ അതോ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഒക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം പ്രോസസ്സറും എല്ലാം അവൈലബിൾ ആണെങ്കിലേ പോസിബിൾ ആവുള്ളൂ. എനിവേ, നമുക്ക് എന്തായാലും മോർ ദാൻ വൺ SQL സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആവരുത്. ബാങ്കിങ്ങിൻ്റെ ഒക്കെ കേസിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ കുറച്ച് പൈസ ട്രാൻസാക്ഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്ത് വേറൊരു അക്കൗണ്ടിലേക്ക് അത് ഇടുകയാണ്. ആ സമയത്ത് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഡാറ്റാബേസ് ആക്ഷൻസ് അല്ലെങ്കിൽ ക്വറീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ബാങ്കിൽ നിന്നും നമ്മൾ പൈസ എടുത്തതായിട്ട്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു 500 രൂപ ഒരു അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ അക്കൗണ്ടിൽ 500 രൂപ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്കാണ് ഇടുന്നത്, ആ അക്കൗണ്ടിൽ 500 രൂപ ക്രെഡിറ്റ് ആയതായിട്ട് കാണിക്കണം. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ പോലും അതിൽ 2 കുറി ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കുറി എന്ന് പറയുന്നത് നമുക്ക് 500 രൂപ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറിയാണ്. 500 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്തു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ അത് ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ട് അടുത്ത അക്കൗണ്ടിലേക്ക് നമ്മൾ 500 രൂപ ഇട്ടു. അപ്പോൾ അതിലുള്ള ആദ്യം ഉണ്ടായിരുന്ന ബാലൻസ് ഒരു 1000 ആയിരുന്നെങ്കിൽ അതൊരു 1500ലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേഷൻ്റെ കുറി ഫെയിൽ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് 500 രൂപ നമ്മളെ അക്കൗണ്ടിൽ നിന്നും കുറഞ്ഞു, ഡെബിറ്റ് ആയിട്ടുണ്ട്, ആ കുറി സക്സസ്ഫുള്ളി വർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ക്രെഡിറ്റ് ഇടുന്നത് ഏത് അക്കൗണ്ടിലേക്കാണോ അവിടെ ഇത് റിഫ്ലക്റ്റ് ആവുന്നതിന് മുമ്പേ 1000 എന്നുള്ള നമ്മളുടെ ബാലൻസ് 1500 ആവുന്നതിന് മുമ്പേ നമ്മളുടെ ഡാറ്റാബേസോ അല്ലെങ്കിൽ നെറ്റ് കണക്ഷനോ എന്തോ കാരണം കൊണ്ട് ഇതിൻ്റെ പ്രോസസ്സിങ് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 500 രൂപ അവിടെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ കണക്കുകളാണല്ലോ, അപ്പോൾ നമ്മളുടെ പാസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലോ നമ്മൾ 500 രൂപ എടുത്തതായിട്ട് അവിടെ കാണുകയും ചെയ്യുക, 500 രൂപ കയറിയതായിട്ട് ഇവിടെ കാണുകയില്ല. അപ്പോൾ ഫലത്തിൽ നമ്മുടെ 500 രൂപ എവിടെ പോയി എന്നറിയാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കൊറീസിനെയാണ് നമ്മൾ ഒരു സെറ്റ് ആക്കിയിട്ട് വെക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഈ 2 കൊറീസിനെയും കൂടെ നമുക്കൊരു ട്രാൻസാക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ 2 കൊറിയും സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ഫെയിലായി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തില്ലെങ്കിൽ അത് ബാങ്കിന് നഷ്ടമാണ്. രണ്ടാമത്തത് ഫെയിലായി കഴിഞ്ഞാൽ അത് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് അവിടെ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ അത് നമ്മുടെ നഷ്ടമാണ്. രണ്ടും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഒരു ട്രാൻസാക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ഈ 2 കൊറിയും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ മാത്രം ഒരു കമ്മിറ്റ് ഓപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡാറ്റാബേസിൽ ഇത് റിഫ്ലക്റ്റ് ആവുന്നത്. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഈ 2 കൊറിയും എക്സിക്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ അതിനെ കമ്മിറ്റ് ചെയ്യുന്നു. കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെ ഡാറ്റാബേസിൽ അത് പെർമനൻ്റലി സ്റ്റോർ ആവുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് ആദ്യത്തെ കൊറി എക്സിക്യൂട്ടായി രണ്ടാമത്തെ കൊറി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മുടെ കമ്മിറ്റ് എക്സിക്യൂട്ട് ആവുന്നില്ല. അതോടുകൂടി തന്നെ നമ്മളുടെ ഈ ആദ്യത്തെ ട്രാൻസാക്ഷൻ വരുത്തിയൊരു ചേഞ്ച് ഉണ്ടല്ലോ, ആദ്യത്തെ കൊറി എക്സിക്യൂട്ട് ചെയ്തപ്പോൾ 500 രൂപ നമ്മൾ അവിടെ നിന്ന് എടുത്തതായിട്ടുള്ള ആ ഒരു ചേഞ്ച് നമ്മുടെ ഡാറ്റാബേസിൽ കാണില്ല. അപ്പോൾ കുഴപ്പമില്ലല്ലോ, നമ്മൾ പൈസ എടുത്തിട്ടുമില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല. ആ ഒരു കണ്ടീഷനിൽ ഇത് മെയിൻറ്റെയിൻ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള കേസസിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ടാണ് നമ്മളുടെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്നുള്ള ഈ സെക്ഷൻ നമ്മൾ പഠിക്കുന്നത്. അതിൽ മെയിനായിട്ടും പറയാനുള്ള ഒരൊറ്റ മെത്തേഡാണ് ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന കമ്മിറ്റ്. അപ്പോൾ എപ്പോഴാണ് ഇപ്പോൾ കമ്മിറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതായിട്ട് നമ്മൾ സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ളൊരു കേസാണ്. അങ്ങനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് 10ഉം അതിൽ കൂടുതലോ ഒന്നിൽ കൂടുതൽ മിനിമം 2 അത്രയും ട്രാൻസാക്ഷൻസിനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ
ചെയ്യേണ്ടതായിട്ട് വരികയും അതെല്ലാം സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം ആ ഒരു ചേഞ്ച് നമ്മുടെ ഡാറ്റാബേസിൽ റിഫ്ലക്റ്റ് ചെയ്താലും മതിയെങ്കിലാണ് നമ്മളിങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ SQL ക്വറീസും സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയില്ല, കമ്മിറ്റ് കോളിൻ്റെ മുമ്പേ ഉള്ള എല്ലാം സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ ഈ ഫസ്റ്റിലെ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക്, അതായത് ഡാറ്റാബേസിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് നമുക്ക് അതിനെ റോൾ ബാക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ച് നമുക്കിപ്പോൾ ഒരു 10 ക്വറി ഉണ്ടായിരുന്നു, അതിലൊരു 5 എക്സിക്യൂട്ടായി സക്സസ്ഫുള്ളാണ്, 5 എക്സിക്യൂട്ട് ആയില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ആ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 5 ക്വറിയും റൺ ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് നമ്മളുടെ ഡാറ്റാബേസിനെ റോൾ ബാക്ക് ചെയ്യാൻ സാധിക്കും. ഒരു പ്രാവശ്യം നമ്മൾ കമ്മിറ്റ് മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മുമ്പുള്ള ഒരു സ്റ്റേജിലേക്ക് ഒരിക്കലും നമ്മൾ ഡാറ്റാബേസിനെ അതിൻ്റെ ഒരു പ്രീവിയസ് സ്റ്റേജിലേക്ക് നമുക്ക് ഒരിക്കലും റോൾ ബാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്രയും കാലം നമ്മൾ ഓരോ സിംഗിൾ ക്വറീസ് ചെയ്തപ്പോഴെല്ലാം നമ്മുടെ ഡാറ്റാബേസിലെല്ലാം സേവ്ഡ് ആയിരുന്നു, ഒറ്റ പ്രാവശ്യം തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്വറി വർക്ക് ചെയ്യുമ്പോഴും 10 ക്വറി വർക്ക് ചെയ്യുമ്പോഴും എല്ലാം അത് ഡാറ്റാബേസിൽ അറ്റ് എ ടൈമിൽ നമ്മൾ ആ സെയിം പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ നമ്മൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ കമ്മിറ്റിൻ്റെ ആവശ്യം വരുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ DBMSൽ എല്ലാ DBMSലും ഡിഫൾട്ടായിട്ട് ഓട്ടോ കമ്മിറ്റ് ഫീച്ചർ ട്രൂ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ക്വറി കൊടുത്താലും അത് സിംഗിൾ ക്വറി ആയിട്ട് നമുക്കത് ഡാറ്റാബേസിൽ പെർമനൻറ്റ് സേവ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൻ്റെ റോൾ ബാക്ക് ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റ് ഓട്ടോ കമ്മിറ്റ് എന്നുള്ളൊരു മെത്തേഡിൽ ഫോൾസ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓട്ടോ കമ്മിറ്റ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ ഫോൾസ് ആക്കി വെക്കുന്നു, അത് ആക്റ്റീവ് അല്ലാതെ ആക്കി വെക്കുന്നു. എന്ന് വെച്ചാൽ സെറ്റ് ഓട്ടോ കമ്മിറ്റിൽ ഫോൾസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ കമ്മിറ്റ് ഫീച്ചർ ഡിസേബിൾ ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള ട്രാൻസാക്ഷൻ കമ്മിറ്റ് കോൾ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ഓട്ടോ കമ്മിറ്റ് എന്നുള്ള DBMSൻ്റെ ഫീച്ചർ നമ്മൾ വീണ്ടും ട്രൂ സപ്ലൈ ചെയ്ത് ആക്റ്റീവാക്കി വെക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സിമ്പിളായിട്ടുള്ള ട്രാൻസാക്ഷനെ കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ ഡാറ്റാബേസ് സെറ്റ് ഓട്ടോ കമ്മിറ്റ് ഫോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്ട്രിങ് ക്വറി 1 അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് സെറ്റ് സ്ട്രീറ്റ് 5 മെയിൻ സ്ട്രീറ്റ് പ്ലസ് ഫസ്റ്റ് നെയിം ബോബ്. ഇതിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്വറി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ക്വറി സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു ഫസ്റ്റ് നെയിമും സ്ട്രീറ്റും വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഒരു ക്വറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, 2 ക്വറീസ് നമുക്കുണ്ട്, 2 സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ റിക്വസ്റ്റ് 1, ഡാറ്റ റിക്വസ്റ്റ് 2. ഇപ്പോൾ ഇവിടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റാബേസ് കണക്ഷൻ ഒബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡാറ്റ റിക്വസ്റ്റ് 2 2 സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്ട്സിനെ നമ്മൾ എക്സിക്യൂട്ട് അപ്ഡേറ്റ് വെച്ചിട്ട് കോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഡാറ്റാബേസ് ഡോട്ട് കമ്മിറ്റ്, ഈ കമ്മിറ്റ് കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, ഇത് രണ്ടും സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് കോൾ ചെയ്യുന്നു. കമ്മിറ്റ് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ ഇതിൻ്റെ പെർമനൻറ്റ് ഒരു റിഫ്ലക്ഷൻ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചേഞ്ച് അവിടെ കാണാൻ സാധിക്കും. ഡാറ്റ റിക്വസ്റ്റ് 1 ഡോട്ട് ക്ലോസ്, റിക്വസ്റ്റ് 2 ഡോട്ട് ക്ലോസ്, ഡാറ്റാബേസ് ക്ലോസ്. അപ്പോൾ നോർമലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എക്സിക്യൂഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു ട്രൈ ബ്ലോക്കാണ്. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സെപ്ഷൻ ഇതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാച്ചിലേക്ക് വരുന്നു. SQL എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യുന്നു. ഇഫ് കണക്ഷൻ നോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കണക്ഷനെ ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ, കണക്ഷൻ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, നമുക്ക് ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് റോൾഡ് ബാക്ക്. ഇവിടെ കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണ്, അതായത് കണക്ഷൻ നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ, കണക്ഷൻ നള്ളല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് റോൾഡ് ബാക്ക് എന്ന് കാണിച്ചിട്ട് കണക്ഷൻ ഡോട്ട് റോൾ ബാക്ക്, നമ്മളുടെ ട്രാൻസാക്ഷൻ അതായത് നമ്മുടെ ഡാറ്റാബേസ് ആദ്യമേ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജിലേക്ക് റോൾ ബാക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ റോൾ ബാക്ക്. അപ്പോൾ ഈ കമ്മിറ്റ് എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്റ്റോറേജിനുള്ളതും അതിൻ്റെ മുമ്പിലെ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് അതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമുക്ക് ഇതിനെ റോൾ ബാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ റോൾ ബാക്ക് എന്നുള്ള മെത്തേഡും യൂസ് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റാബേസ് എന്നുള്ളൊരു
അതൊന്ന് മാറ്റിയേക്കാം. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മളുടെ ഡാറ്റാബേസ് ആണ് നമ്മളുടെ കണക്ഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ആണ്. സോറി, അത് സ്പെല്ലിങ് ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഡാറ്റാബേസ് കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ആ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമുക്കതിനെ മാറ്റാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ റോൾ ബാക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഡാറ്റാബേസ് പ്രോസസ്സാണ്. DBMS ചെയ്യുന്ന ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഡാറ്റാബേസ് കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കണക്ഷൻ ബ്രേക്ക് ആവാത്തിടത്തോളം നമുക്ക് റോൾ ബാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി കണക്ഷൻ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എറർ മെസ്സേജ് SQL എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യാൻ നമ്മുടെ പ്രോഗ്രാമിൽ ഒരു എറർ എക്സെപ്ഷൻ മാത്രമേ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കമ്മിറ്റ് മെത്തേഡ് കണ്ടു, റോൾ ബാക്ക് കണ്ടു. ഇനി നമുക്കൊരു ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ കണ്ടത് ഇതിൻ്റെ മുമ്പേ കമ്മിറ്റ് മെത്തേഡ് കോൾ ചെയ്ത ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളുടെ ഡാറ്റാബേസിനെ റോൾ ബാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ കോൾ ചെയ്ത കമ്മിറ്റ് കഴിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് സേവ് ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ലാത്ത കുറച്ച് ക്വറീസ് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജിലേക്ക്, അതായത് നേരത്തെ ഒരു കമ്മിറ്റ് കോൾ ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് പിന്നിലോട്ട് നമുക്ക് റോൾ ബാക്ക് ചെയ്യണ്ട, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിൽ വരെ റോൾ ബാക്ക് ചെയ്താൽ മതി. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ സേവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എവിടേക്ക് ഏതുവരെ നമുക്ക് റോൾ ബാക്ക് ചെയ്താൽ മതി ആ ഒരു പൊസിഷനിൽ നമുക്ക് സേവ് പോയിൻറ്റ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ക്വറീസ് ഫെയിൽ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് റോൾ ബാക്ക് ചെയ്യാം. അപ്പോൾ പ്രീവിയസ്ലി ഒരു കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്കല്ല, നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ പാർട്ട് ഓഫ് ട്രാൻസാക്ഷൻ അവിടെ കമ്മിറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് ബാക്കിയുള്ളത് മാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ആ ഒരു ഫെസിലിറ്റി നമുക്ക് JDBC 3 വേർഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വെർച്വൽ മാർക്കർ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ റോൾ ബാക്ക് മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. വെർച്വൽ മാർക്കേഴ്സാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സേവ് പോയിന്റിനും നമ്മളൊരു യുണീക്കായിട്ടുള്ള നെയിംസ് കൊടുക്കും. ആ നെയിം പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ റോൾ ബാക്ക് ആ ഒരു പോയിന്റിലേക്ക്, ആ സേവ് പോയിന്റ് നെയിം എവിടെയാണോ ഉള്ളത് അതൊരു ലേബൽ പോലെ, നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ലേബലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ആ ഒരു ലേബലിൻ്റെ പൊസിഷനിലേക്ക് നമുക്ക് റോൾ ബാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണാൻ സാധിക്കുന്നത്. ഡാറ്റാബേസ് സെറ്റ് ഓട്ടോ കമ്മിറ്റ് ഫോൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ 2 ക്വറി ഉണ്ട്. അതുപോലെ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമ്മളൊരു സേവ് പോയിന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡാറ്റാബേസ് ഡോട്ട് സേവ് സെറ്റ് സേവ് പോയിന്റ് SP1 എന്നുള്ളതാണ് നമ്മളുടെ യുണീക്ക് സേവ് പോയിന്റ് നെയിം എന്ന് പറയുന്നത്. ഇനി ഡാറ്റ റിക്വസ്റ്റ് ടു നെക്സ്റ്റ് ഡാറ്റാബേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ 2 ക്വറീസും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡാറ്റ റിക്വസ്റ്റ് 1, ഡാറ്റ റിക്വസ്റ്റ് 2 ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതിന് ശേഷം ഇത് രണ്ടും സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡാറ്റാബേസ് ഡോട്ട് കമ്മിറ്റ് കോൾ ചെയ്യപ്പെടുന്നതാണ്. ഇനി ഡാറ്റ റിക്വസ്റ്റ് 1 ഡോട്ട് ക്ലോസ് 2 ഡോട്ട് ക്ലോസ് ഡാറ്റാബേസ് റിലീസ് സേവ് പോയിന്റ് SP1, നമ്മളുടെ ആ ഒരു സേവ് പോയിന്റ് നമ്മളവിടെ വെച്ചിരുന്ന ഒരു ലേബൽ അത് നമ്മൾ എടുത്ത് കളയുന്നതാണ്. റിലീസ് സേവ് പോയിന്റ് SP1 ഡാറ്റാബേസ് ക്ലോസ്. ഇൻ കേസ് നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു എക്സെപ്ഷൻ വന്ന് നമ്മളുടെ ക്വറി കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാതെ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ട്രൈ ബ്ലോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരിക. ഈ ക്യാച്ചിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റാബേസ് റോൾ ബാക്ക് SP1, അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്കായി പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു SP1 പോയിന്റിലേക്ക്, അതായത് ഡാറ്റ റിക്വസ്റ്റ് 1 ഡോട്ട് ഡാറ്റാബേസ് ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് റിട്ടേൺ പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നതാണ് ബാച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്രാൻസാക്ഷനിൽ നമ്മൾ കണ്ടത് ഓരോ SQL ക്വറീസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതിന് പകരം നമുക്ക് എല്ലാ
SQL സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം കൂടെ നമുക്കൊരു ബാച്ചാക്കിയിട്ട് ഒന്നിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്കൊരു ബാച്ചിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആഡ് ബാച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാരാമീറ്റർ ആയിട്ട് വരുന്നത് നമ്മളുടെ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി എല്ലാ SQL സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് ബാച്ചിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ബാച്ച് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാം. എക്സിക്യൂട്ട് ബാച്ച് എന്നുള്ള മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻഡ് അറേ ആണ്. ഇൻഡ് അറേ റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു ഇൻഡ് അറേയിൽ ഉണ്ടാകുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. ഈ ഒരു ഇൻഡ് അറേ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാച്ച് അപ്ഡേറ്റ് എക്സെപ്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എത്ര എണ്ണം സക്സസ് ആയിട്ടുണ്ട്, എത്ര എണ്ണം ഫെയിൽ ആയിട്ടുണ്ട് എന്നുള്ളത് അറിയാനായിട്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണ് നമ്മൾ ആ ഒരു ഇൻഡ് അറേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാം കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ബാച്ചിൻ്റെ എക്സിക്യൂഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ബാച്ച് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്ത് നമ്മുടെ ബാച്ചിലുള്ള എല്ലാ SQL സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളുടെ നേരത്തെ യൂസ് ചെയ്തിരുന്ന സെയിം query 1 query 2 തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ റിക്വസ്റ്റ് ഈക്വൽ ടു ഡാറ്റാബേസ് ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡാറ്റ റിക്വസ്റ്റ് ഡോട്ട് ആഡ് ബാച്ച് query 1, ഡാറ്റ റിക്വസ്റ്റ് ഡോട്ട് ആഡ് ബാച്ച് query 2. ഇപ്പോൾ രണ്ട് ക്വറീസിനെയും നമ്മുടെ ഡാറ്റ റിക്വസ്റ്റിൻ്റെ ബാച്ചിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിതിനെ ഡാറ്റ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് വെച്ച് നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഡാറ്റ റിക്വസ്റ്റ് ഡോട്ട് എക്സിക്യൂട്ട് ബാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് ക്വറീനെയും കൂടെ സെയിം ടൈമിലാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റിട്ടേൺ വാല്യൂസ് സേവ് ചെയ്യാനായിട്ടുള്ള ഇൻഡ് അറേ നമ്മളിവിടെ അപ്ഡേറ്റഡ് എന്നുള്ള പേരിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡാറ്റാബേസ് ഡോട്ട് കമ്മിറ്റ് ഡാറ്റ റിക്വസ്റ്റ് 1 ഡോട്ട് ക്ലോസ്, ഡാറ്റ റിക്വസ്റ്റ് 2 ഡോട്ട് ക്ലോസ്, ഡാറ്റാബേസ് ഡോട്ട് ക്ലോസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാച്ചായിട്ടും നമുക്ക് SQL സ്റ്റേറ്റ്മെൻറ്റ്സിനെ റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ബാച്ച് എക്സിക്യൂഷൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ SQL സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അതിൽ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എത്ര എണ്ണം സക്സസ് ആയി, എത്ര എണ്ണം ഫെയിലായി എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അറയിൽ നിന്നും കിട്ടുന്നതാണ്, അവൈലബിൾ ആവുന്നതാണ്. അതിനനുസരിച്ചുള്ള ഫർദർ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ ബാച്ചിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസൾട്ട് സെറ്റ് ഹോൾഡബിലിറ്റി ആണ്. അപ്പോൾ നമ്മളുടെ കമ്മിറ്റ് മെത്തേഡ് നമ്മളിതിനു മുമ്പേ കണ്ടു. ഈ കമ്മിറ്റ് മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റിസൾട്ട് സെറ്റ് ഒബ്ജക്ട്സും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് നമ്മൾ ഈ കമ്മിറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റിസൾട്ട് സെറ്റ് ഒബ്ജക്ട്സും എല്ലാം ക്ലോസ് ചെയ്ത് അതിൻ്റെ മെമ്മറി ഫ്രീ ആക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതിലും നമുക്ക് രണ്ട് ടൈപ്പ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഈ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീച്ചറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഹോൾഡ് കഴ്സർ ഓവർ കമ്മിറ്റ്, ക്ലോസ് കഴ്സർ അറ്റ് കമ്മിറ്റ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ ഹോൾഡ് കഴ്സർ ഓവർ കമ്മിറ്റിൽ നമുക്ക് റിസൾട്ട് സെറ്റ് ഒബ്ജക്ട്സ് വീണ്ടും ഓപ്പൺ ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും കമ്മിറ്റ് മെത്തേഡ് കോൾ ചെയ്തതിന് ശേഷവും. ക്ലോസ് കഴ്സർ അറ്റ് കമ്മിറ്റ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ് മെത്തേഡ് കോൾ ചെയ്താൽ എല്ലാ റിസൾട്ട് സെറ്റ് ഒബ്ജക്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിട്ട് പോകുന്നതായിരിക്കും. അതിൻ്റെ മെമ്മറി എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ലാസ്റ്റ് ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അഡ്വാൻസ്ഡ് ജാവ second module completed. Okay students, thanks.